വേറെ പോലെ ചിത്രം ഇറങ്ങിയതിന് പ്രിന്റ് ഇറങ്ങിയതിന് ശേഷം വലിയ ഇഷ്യൂസ് ആയതാണ്, ചെയ്തവരെ കണ്ടുപിടിക്കുകയും ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഇറങ്ങുന്ന വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ HD പ്രിന്റ് ആണ് ഇറങ്ങിയിരിക്കുന്നത്. ED പോലത്തെ ചിത്രം ഇറങ്ങി, അതിന്റെ HD ഇറങ്ങി, മാർക്കോഡ് HD ഇറങ്ങി. അപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം പൈറസി പ്രൊട്ടക്റ്റഡ് ആണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഈ സിനിമയ്ക്കെന്നല്ല, ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതോറും അത് HD പ്രിന്റ് ഇറക്കുന്നവരും അത് ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നതെന്ന് അറിയില്ല. അവര് നമ്മളെക്കാൾ നമ്മള് എത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാൾ മുകളിലാണ് ഇതൊക്കെ ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാൻ പറ്റുന്നതില്ലേ. അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ട്രെൻഡ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കൈപ്പിടി കൊടുക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു പ്രിന്റ് പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഇപ്പോൾ തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്, ട്രൈപോഡൊക്കെ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പലപ്പോഴും നമ്മളെയൊക്കെ പരിധിക്ക് പുറത്ത് നിന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്ത് വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനുള്ളൂ, അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് തിയേറ്ററിലുള്ള ഒരു സിനിമ. അതല്ലെങ്കിൽ അതിന്റെ നമ്മൾ TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമയിലെ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം, അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നത്. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈം ആണെന്ന് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തരെയും ക്യാമറകളുണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല. അത് ഭയങ്കര ചോദിക്കുന്നതല്ല, കാരണം തിയേറ്റർ പ്രിന്റ് ഓക്കെ തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാവാം. HD ഒക്കെ ഇറങ്ങുന്നതില് ഒന്നെങ്കിലും സിനിമയ്ക്ക് അതെനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നാലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ കേസിന്റെ ഭാഗമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് HD പ്രിന്റാക്കി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും തടയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞേനെ. പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഒരു HD പ്രിന്റ് ലീക്കായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനീതികരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ നിങ്ങളെപ്പോഴും തന്നെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ OTT-യിലോ ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ ജനിച്ചുകൊണ്ട് മുതൽ ഞാൻ തിയേറ്ററിൽ മാത്രം സിനിമ കണ്ടിട്ടുള്ള ഒരാളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നു. നമുക്ക് സിനിമയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോൾ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K-ലും 2K-ലും ഒക്കെയാണ് പല തിയേറ്ററുകളിലും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കുക
ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ ഭീകരമാണ് ആ അവയർനെസ് ഉണ്ടായതിനു ശേഷം നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുകയാണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടൊക്കെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കത് അറിയാമല്ലോ അല്ലേ, അങ്ങനത്തെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല, മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന ഒന്ന് സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. കാര്യം എന്താ വെച്ചാൽ ഇതാരും ഉപയോഗിക്കുന്നതിന് പിന്നെ എന്തിനാണ് പൈറസി? അതാണ് അതിനൊരു ഒരേ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു. ആ ക്ലൈമാക്സിലെ ഫൈറ്റിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തു? കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം എഫേർട്ട് എടുത്തു? നമുക്ക് കുറച്ച് ദിവസം റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ യാദവൻ എന്ന് പറയുന്ന ആക്ഷൻ ഡയറക്ടർ, അദ്ദേഹം ഒരു ഒരു ഫൈറ്റ് സീക്വൻസിനകത്തുള്ള പെർഫെക്ഷന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ത്രൈവ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അത് നമ്മൾ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസുകളിൽ അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ആവശ്യമായിരുന്നു. ഈ സിനിമയുടെ ഒരു സ്വഭാവം, ഈ കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ ഫൈറ്റ് സീൻസിൽ നമുക്ക് അങ്ങനെ ഒരു പെർഫെക്ഷൻ വേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതും നമുക്കൊരു ലിമിറ്റഡ് സ്പേസിൽ നിന്നുകൊണ്ട് എന്നാൽ ഫൈറ്റ് സീക്വൻസിന്റെ ആ ഒരു പ്രൊഫഷണൽ ഗ്രാൻഡിലും കുറയാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ ഇതൊരു ടീം വർക്കാണ്. എല്ലാവരും കൂടെ ചെയ്യുന്ന സമയത്ത്, എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനേ പറ്റില്ല എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇതിന്റെ പ്രൊമോഷണൽ ഇന്റർവ്യൂ മുതൽ ഇതിന്റെ അല്ല പ്രൊമോഷണൽ ഇന്റർവ്യൂ മുതൽ ഇപ്പൊ ഈ പ്രസ് മീറ്റ് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശാമിനെ എവിടെയും കാണുന്നില്ല, എല്ലാരും ചോദിക്കുന്നത് അതാണ്. പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ ലോസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയിലൂടെ 10-12 വർഷമായിട്ടുള്ള പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം, നായ്ക്കുട്ടിയല്ല, അവരുടെ പെറ്റിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്നും പ്രൊമോഷൻസിൽ നിന്നൊക്കെ ബ്രേക്ക് എടുക്കുകയാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ പോസ്റ്റ് റിലീസ് നമുക്ക് 5-ാം തീയതി തൊട്ട് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു തെറ്റിലാണ് എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ദൗർഭാഗ്യകരമായ പോലെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം.